ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ വ്ലോഗാണ്. അപ്പോൾ അന്നുണ്ടാക്കിയ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാട്ടറാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ കുടിക്കൽ. ഇത് ചെറിയ ജീരകവും കറാമ്പും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു വാട്ടറാണ്. ഇതിപ്പോൾ കുടിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്സൊക്കെ ആയി. അപ്പോൾ സൺഡേ മോർണിംഗ് നമ്മൾ എന്തായാലും ലേറ്റാവും എണീക്കാൻ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊരു സിമ്പിൾ എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു എഗ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ടും പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് 2 സൈഡും. എല്ലാ സൺഡേയും സെയിം ആയിരിക്കില്ല, പക്ഷേ സൺഡേ ലഞ്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലാക്കും കേട്ടോ. അപ്പോൾ അന്നാണ് ഹസ്ബൻഡ് ലീവ് ഉണ്ടാവുക. അപ്പം അന്ന് ലഞ്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനിയിപ്പോൾ ഇത് ബ്രെഡിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ബ്രെഡും ക്യൂക്കുംബറും ആഡ് ചെയ്തിട്ട് ഒന്ന് ഈ പാനിൽ തന്നെ വെച്ചിട്ട് ഒന്ന് 2 സൈഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവക്കും ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ചീസും കൂടി വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡീപ്പ് പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ 2 കഷ്ണം ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയിൽ ആ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മിക്സി ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 12 പച്ചമുളകും ഇഞ്ചി ഒരു വലിയ കഷ്ണവും വെളുത്തുള്ളി 6 അല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഒന്ന് സോട്ടായിട്ടുള്ള നമ്മുടെ മസാലയിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം പോകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കനിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് സോൾട്ടും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം, അധികം വെള്ളം ഒഴിക്കണ്ട. ഞാൻ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ആവാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ബാച്ചസ് ആയിട്ട് ചെയ്യാനുള്ളൂ. ഞാനെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്
ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കന്. ഇനി ഇത് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, കവർ ചെയ്തിട്ട്. എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെന്ന് മനസ്സിലായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചിക്കൻ്റെ മാരിനേഷൻ കുറച്ച് ബാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഗീയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ കുറച്ച് ഒണിയന് നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒണിയനാണ്, അത് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. എനിക്ക് ആ ഗീൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒണിയന്. അപ്പോൾ അതായത് സെയിം ഇതിൽ ഞാൻ കുറച്ച് കാഷ്യൂം റൈസിൻസും കൂടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചും കൂടി ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, കറാമ്പ്, പിന്നെ ബേ ലീവ്സ്, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അധികം സോട്ടാക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വാട്ടറും സോൾട്ടും പിന്നെ റൈസും ഇട്ടിട്ട് കവർ ചെയ്തിട്ട് 1 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് അരിയാണ് ഇട്ടെടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ഇട്ടെടുത്തത്. അപ്പോൾ ഇത് ചിക്കൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള. അപ്പോൾ ഇതിൽ ഓയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിവാക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ മസാലയിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫൈനലായിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലേൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കി വെക്കാണ്. എന്നിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഇത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടൊന്ന് മിക്സാക്കി വെക്കണം. പിന്നെ ലെമൺ ജ്യൂസിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു 3-4 സംഭവങ്ങളാണ് കേട്ടോ ലെയർ ചെയ്യുമ്പോൾ വേണ്ടത്. അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള സ്പൈസസൊക്കെ അങ്ങ് എടുത്ത് മാറ്റി വെക്കുകയാണ്. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് റൈസ്. ഇപ്പോൾ ചൂടോടെ തന്നെ റൈസ് നമ്മുടെ മസാലയിൽ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. രണ്ട് ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ലെമണും പിന്നെ മല്ലിച്ചപ്പും അതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനും നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ബാച്ചും കൂടി ആക്കിയിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോയിൽ വെച്ചിട്ട് എയറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു
15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സുലൈമാനി ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി ഉള്ള ദിവസങ്ങളിൽ എന്തായാലും സുലൈമാനി നിർബന്ധമാണ് നമുക്ക്. അപ്പോൾ നല്ല ദമ്മാക്കി വെച്ചിട്ടുള്ള ബിരിയാണിയിൽ നിന്ന് റൈസ് എടുത്ത് ഞാനൊരു ഹോട്ട് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഹോട്ട് പോട്ടിൽ തന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മസാലൻ്റെ അടുത്തുള്ള ആ ഒരു റൈസൊക്കെ കംപ്ലീറ്റ് ഈ ടോപ്പ് റൈസുമായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടം ആദ്യം മസാല വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സെർവ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടൊന്ന് റെഡിയാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മളിത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്നാണല്ലോ ഫിഫൻ്റെ ഫൈനൽ സൺഡേ. അപ്പോൾ ഇവിടെ 7 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഡിന്നറാക്കി വെക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ റാഗിൻ്റെ പുട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇത് സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ആക്കുക. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വെറ്റാക്കി എടുക്കുന്നുണ്ട്. ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് പുട്ടുകുറ്റിയിലിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് നൈറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലുണ്ടാക്കിയ സ്റ്റ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതും ഈ ഒരു പുട്ടുമാണ് കേട്ടോ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പുട്ട് ഞാൻ കറിയിൽ തന്നെ അങ്ങ് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് അതിലങ്ങ് കഴിക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചട്ടി കഴിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ മാച്ചൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.